ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഈ സമയം നിങ്ങളോട് ഒരുപാട് നന്ദി. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇനിയും ഉണ്ടാവണം. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം തന്നെ സ്ട്രെസ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചില ആൾക്കാർ ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് അല്ലെങ്കിൽ മനസ്സിന് കടിഞ്ഞാണില്ലാതെ ഓടുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ വളരെ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരിടത്തും ഉറച്ചു നിൽക്കാതെ ചാടി നിൽക്കുന്ന ഒരു മനസ്സിൻ്റെ എനർജിയാണിത്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു കാർഡിലേക്ക് നോക്കുമ്പോൾ അതിലൊരു മങ്കിയെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു പ്രതീകമാണ് ഈ ഒരു മങ്കി. അപ്പോൾ നമ്മുടെ മനസ്സിനെ അതിങ്ങനെ നമ്മുടെ മനസ്സ് നമ്മളെ കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് അങ്ങനെ ഇപ്പോൾ സമാധാനമായിട്ടിരിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ സന്തോഷിക്കേണ്ട എന്ന് നമ്മുടെ ഉള്ളിലുള്ള മനസ്സിങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് വേണ്ടാത്ത ചിന്തകളൊക്കെ തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ നൽകുന്ന ഒരു മെസ്സേജ്. ഇവിടെ കൺട്രോൾ എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു കൺട്രോൾ നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാർ ഇതൊന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാണായാമമൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു 10 മിനിറ്റ്സ് പ്രാണായാമമൊക്കെ ചെയ്യുമ്പോൾ കുറേ സ്ട്രെസ്സ് മാറിക്കിട്ടും എന്നുള്ളതാണ്. എത്ര സ്ട്രെസ്സിലിരുന്നാലും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ തോട്ട്സ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും സന്തോഷത്തിലാണ് ഇന്ന്, ഞാൻ ഏറ്റവും സമാധാനത്തിലാണ്, ഇന്നത്തെ ദിവസം എൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും. അങ്ങനെ വളരെ പോസിറ്റീവ് അഫർമേഷൻസ് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു പോസിറ്റീവ് എനർജി നമ്മൾ തന്നെ നമ്മളിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ക്രിയേറ്റിവിറ്റിയാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ കലാപരമായ കഴിവുകൾ ഉപയോഗിച്ച് എന്തോ ഒരു പുതിയ കാര്യം തുടങ്ങുന്ന ഒരു എനർജി കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങളിലെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ, പാട്ടുപാടാൻ ചിലർക്ക് കഴിവുണ്ടായിരിക്കാം, ചിലർക്ക് പടം വരയ്ക്കാൻ കഴിവുണ്ടായിരിക്കാം, ചിലർക്ക് ഡാൻസ് ചെയ്യാൻ കഴിവുണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരം കഴിവുകളെ നിങ്ങൾ കണ്ടെത്തി സന്തോഷം അനുഭവിക്കുന്ന ഒരു എനർജിയാണ്. അതായത് ഈ ഒരു സമയം നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ്സിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് കടക്കുന്നതിനായിട്ട് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ് കുറയ്ക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ഉത്തമമാണ് എന്നുള്ളതാണ്. അടുത്തതായിട്ട് വന്നിട്ടുള്ളത് റെസെപ്റ്റിവിറ്റിയാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ്
കാണുന്നത്. ഇത് നിങ്ങളുടെ സഹസ്രാരം ഓപ്പൺ ആവുന്ന ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഷഫിൾ ചെയ്തെടുക്കുന്ന കാർഡുകളാണ്. പക്ഷേ ഇതിൽ കൂടുതലും വരുന്ന ആ ഒരു മെസ്സേജസ് എല്ലാം ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ മെസ്സേജാണ് എല്ലാം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു കാർഡിൽ നിങ്ങളുടെ സഹസ്രാരം ഓപ്പൺ ആകുന്നു എന്നാണ് കാണുന്നത്. മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ചിലപ്പോൾ തടസ്സം വരുന്ന ആൾക്കാർ ആ ഒരു തടസ്സങ്ങളൊക്കെ മറികടന്ന് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇതിനകത്തൊരു കുണ്ടലിനി അവേക്കണിങ്ങിൻ്റെ പ്രോസസ്സ് നടക്കുന്നു എന്നാണ് കാണുന്നത്. അതായത് ഹിഡ പിംഗള നാഡികൾ നമ്മുടെ സുഷുമ്നയെ ചുറ്റി നിങ്ങളുടെ എനർജി മുകളിലോട്ട് ഓരോ ചക്രങ്ങളെയും പുഷ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നമ്മുടെ കുണ്ടലിനി അവേക്കണിങ് ചെയ്യുന്നത് നമ്മുടെ ഓരോ ചക്രയും ക്ലെൻസ് ചെയ്ത് മുകളിലേക്ക് പുഷ് ചെയ്ത് അത് നമ്മുടെ ആജ്ഞയിലെത്തി നമ്മുടെ തേർഡ് ഐ ഓപ്പൺ ആയതിനു ശേഷം അത് സഹസ്രാരത്തിലൂടെ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് സഹസ്രാരത്തിൽ എത്തി നിൽക്കുന്നുണ്ടായിരിക്കാം ഇത്. ചില ആൾക്കാർക്ക് പലതരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കാം. ചിലർക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരിക്കാം. ചിലർക്ക് ഹാർട്ട് ചക്രയിൽ ഭയങ്കര പെയിൻ വരുന്ന ആളുകളുണ്ടായിരിക്കാം. അതുപോലെ വയറിന് അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പിന്നെ ചില ആൾക്കാർക്ക് നിങ്ങളുടെ ആജ്ഞാചക്രയിൽ വന്നത് ബ്ലോക്ക് ആയിട്ടുണ്ടാവും. കാരണം നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ്. ചിലർക്ക് നിങ്ങളുടെ മനസ്സിന് ഭയങ്കര ഭാരമൊക്കെ തോന്നുന്ന ഒരു എനർജി ഉണ്ട്, അല്ലെങ്കിൽ നെഞ്ചിന് ഭയങ്കര ഭാരമൊക്കെ തോന്നുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ആ കുണ്ടലിനി ശക്തി ഉണർന്ന് നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ വന്ന് ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ മുൻകാലങ്ങളിൽ അനുഭവിച്ച വേദന ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. അതൊന്നും പെട്ടെന്ന് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചക്ര മെഡിറ്റേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ സെൽഫ് ഹീൽ ചെയ്യുക. ഈ ഒരു സമയം നിങ്ങൾ ധാരാളം സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതുപോലെ യൂണിവേഴ്സിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഒക്കെ പറ്റുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ പാർട്ടിസിപ്പേഷനാണ്. ഇത് 4 ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങൾ ഈ ഒരു സമയം ചില ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു എനർജിയാണ്. ചില ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. അത് വിവാഹമാകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടോ ഫാമിലിയുമായിട്ടോ ഒക്കെ പുറത്തു പോയി എൻജോയ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് നിങ്ങൾ കൂടിച്ചേരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. പിന്നെ ടോട്ടാലിറ്റിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാത്തിലും ഈശ്വരനെ കാണണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാം ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്നൊരു സമയമാണിത്. അതായത് എല്ലാം ഒന്നായിട്ട് കാണാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ മുന്നിലുള്ള മിത്രങ്ങളായാലും അല്ലെങ്കിൽ ശത്രുക്കളായാലും മറ്റെന്തായാലും നമ്മൾ കാണുന്ന നമ്മുടെ മുന്നിലുള്ള മരങ്ങളെയും പുഴുവിനെയും പൂമ്പാറ്റയും പ്രപഞ്ചത്തിലെ എല്ലാത്തിലും ഒരേ ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു വിവേകം ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ എക്സ്പീരിയൻസിങ് ആണ് വന്നിട്ടുള്ളത്. പുതിയ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങളിതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും ഈ ഒരു സമയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എനർജിയാണ്. പിന്നെ ഇന്നർ വോയിസ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തി നിങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞു തരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലിരുന്ന് ആരോ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അതായത് നിങ്ങളിങ്ങനെ ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ
നിങ്ങൾ ഇന്ന വ്യക്തികളെ വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കാം. അപ്പോൾ പാസ്റ്റിലും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി നിങ്ങളെ പല കാര്യത്തിലും ഗൈഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും സ്പിരിച്വലി വളരെ കണക്റ്റായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. നിങ്ങൾ ഹൈലി സ്പിരിച്വൽ ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളതാണ് എന്നാണ്. പിന്നെ സൈലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു സമയം വളരെ കാമായിട്ടിരുന്ന് ആ ഒരു എനർജി സ്വീകരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പോലും അറിയുന്നുണ്ടാവില്ല നമ്മൾ എത്ര തവണ ശ്വാസം വിടുന്നുണ്ടെന്നോ എടുക്കുന്നുണ്ടെന്നോ ഒന്നും നമ്മൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തെ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമ്മൾ ഡീപ്പായിട്ടുള്ളൊരു സൈലൻസിലേക്ക് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം ഇത്തരത്തിലൊരു കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെയുള്ളൊരു ചുവടുവെപ്പാണിത്. അപ്പോൾ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഷെയറിങ് വന്നിട്ടുണ്ട്. ഇത് ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ്. മറ്റുള്ളവരെ ഹീല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. സൈക്കിക് എബിലിറ്റി ഉള്ള ആളുകളാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കുള്ളത് അത് എന്താണെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ സ്നേഹമായാലും മറ്റെന്തായാലും മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ശരിക്കും മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അത്തരത്തിലൊരു പേഴ്സണാലിറ്റി ആയിരിക്കും ഈ ഒരു സമയം നിങ്ങൾക്കുള്ളത്. മാത്രമല്ല നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കുകയോ അല്ലെങ്കിൽ നല്ലൊരു ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുകയോ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇത്. ചിലപ്പോൾ പലരും നിങ്ങളുടെ അടുത്ത് വന്ന് പല കാര്യങ്ങളും ഗൈഡൻസിനായിട്ട് ചോദിക്കുന്നുണ്ടാവാം. അപ്പോൾ അവരുടെ സാഹചര്യത്തിന് മാച്ചായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ കൊടുക്കുന്ന ഗൈഡൻസ് വളരെ കൃത്യമായിരിക്കും എന്നാണ് കാണുന്നത്. ശരിക്കും റിലേഷൻഷിപ്പിലൊക്കെ വളരെ കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അതായത് കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണിത്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങളെ ഇമോഷൻസിനൊന്നും കീഴടക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ 6 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരിടത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു എനർജിയാണ്. മനസ്സിൻ്റെ സ്വസ്ഥത വീണ്ടെടുക്കുന്ന ഒരു എനർജി കൂടിയാണിത്. നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കുന്നത് എവിടെയാണോ അവിടേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഇതിൽ കാണുന്നത് നിങ്ങൾക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഭാഗ്യം അനുകൂലമായി വരുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുക, വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുക. മാത്രമല്ല നമ്മുടെ എനർജി ആ ഒരു വൈബ്രേഷൻ നിങ്ങൾ ഉയർത്തി വയ്ക്കുക. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയത് ചിന്തിച്ച്, നഷ്ടപ്പെട്ടു പോയ പൈസ ചിന്തിച്ച് അല്ലെങ്കിൽ വിട്ടുപോയ ആൾക്കാരെ ചിന്തിച്ച് അങ്ങനെ ഇരിക്കാതെ നമ്മുടെ വൈബ്രേഷൻ ഒന്ന് ഉയർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നിങ്ങളിലേക്ക് അത്ഭുതം പോലെ വന്നു ചേരും എന്നുള്ളതാണ്. അതിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. മാത്രമല്ല കുറേ ഡിലേ ആയ കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു പുതിയ വണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ട്രാവലിങ്ങോ ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്തു പോകാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. മാത്രമല്ല ഇവിടെ 6 ഓഫ് സോഡിൻ്റെ ഒരു എനർജിയും കാണുന്നുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരിടത്തേക്ക് നിങ്ങൾക്ക് ചെന്നെത്താൻ സാധിക്കുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ 4 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. നിങ്ങൾക്ക് മെഡിറ്റേഷനിലൂടെയൊക്കെ നിങ്ങൾക്കൊരു ഹൈ വൈബ്രേഷൻ കിട്ടുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്കൊരു പീസ്ഫുൾ എക്സ്പീരിയൻസ് കിട്ടുമായിരിക്കാം. ഡിവൈനുമായിട്ട് നേരിട്ടൊരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. മെഡിറ്റേഷൻ ഒന്നും ചെയ്യാത്തവർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ഹൈ വൈബ്രേഷൻ കിട്ടുമെന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സമയം നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാനും നന്നായിട്ടൊന്ന് ഉറങ്ങാനും ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.